ഹായ്, ഞാൻ അഡ്വക്കേറ്റ് മുനീർ. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിൻ്റെ അലയൊലികളും ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ ആയതിൻ്റെ സ്വാധീനവുമാണ്. ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഗാനമാണ് പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന പാരഡി ഗാനം. ഇടതുപക്ഷം കേരളമൊട്ടാകെ അവരുടെ സ്വാധീന മേഖലകളിൽ പോലും ഒതുങ്ങിയപ്പോൾ ഈ ഗാനത്തെയാണ് അവർ പഴിചാരുന്നത്. ഈ ഗാനം ഉണ്ടാക്കിയ അലയൊലികൾ ചില്ലറയല്ല. സമൂഹത്തിൽ ഇത് സ്വീകരിക്കുകയും അത് അതിൻ്റെതായ രീതിയിൽ നല്ല മ്യൂസിക്കും നല്ല അവതരണവുമായി മുന്നേറിയപ്പോൾ അത് കേരളത്തിൽ ഉടനീളം അലയൊലി തീർക്കുകയും ഇലക്ഷനിൽ അതൊരു വികാരമായി തീരുന്ന ചിത്രവുമാണ് നാം കണ്ടത്. പഞ്ചായത്ത് ഇലക്ഷനിൽ മുന്നേ ശബരിമല വിഷയമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിനൊരു തണുപ്പിക്കുക എന്നുള്ള ഒരു രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മുന്നോട്ട് വന്നത്. ഇതിൽ കയറി പിടിക്കുകയും ചാനൽ ചർച്ചകൾ മൊത്തം അതിലേക്ക് വഴിതെറ്റിപ്പോവുകയും ചെയ്ത സമയത്ത് ഇങ്ങനെയൊരു തിരിച്ചടി, അതായത് ഈ ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ പാരഡി ഗാനത്തിലൂടെ ഓർമ്മപ്പെടുത്തി ശബരിമല വിഷയം വീണ്ടും സമൂഹത്തിൽ ഒരു തരംഗമായി മാറുന്ന ഒരു ചിത്രം ഇടതുപക്ഷത്തിന് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. ഇനി നിയമസഭ വരെ അല്ലെങ്കിൽ നിയമസഭാ സമയത്തും ഈ ഗാനം തന്നെ ഇറങ്ങും, യാതൊരു സംശയം ആ വിഷയത്തിൽ വേണ്ട. എന്നാലോ ഇതിന് തടയിടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഇത് കേസ് പ്രകാരം ഒതുക്കുക. കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോർവേഡ് ചെയ്യുന്നതും അത് വിടുന്നതും മറ്റുള്ളതും എല്ലാം ക്രിമിനൽ കേസ് പെടും എന്നാണ് ഇടതുപക്ഷം ചിന്തിച്ചതും അതിനനുസരിച്ച് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ അബദ്ധം എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് ഈ പങ്ക്തിയിലൂടെ എനിക്ക് പറയാനുള്ളത്. ഇന്ത്യൻ പീനൽ കോഡ് IPC 153A പറയുന്നതും BNS ആക്ട്, അതായത് ഇപ്പോഴുള്ള നിലവിലുള്ള ആക്ട് പ്രകാരം 196 എന്ന വകുപ്പും ഒരേ കാര്യം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. മതം, ഭാഷ, വർഗം തുടങ്ങി ഇതിലുള്ള ഒരു റയറ്റിനെ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ഇറക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഇതാണ് പണിഷ്മെന്റ് എന്ന് നിയമം പറയുന്നത്. എന്നാൽ ഇതിൽ അയ്യപ്പൻ്റെ, അതായത് ശബരിമലയിലെ ഈ സ്വർണം കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികളെ എടുത്തു കാണിക്കുകയാണ് ഇതിലൂടെ കാണിച്ചത്. അതായത് ശബരിമല ആരാധിക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷം പകരുന്ന ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിന് മുന്നിൽ പിച്ച് ചീന്തിയ ഒരു പാരഡി ഗാനം എന്നതിലപ്പുറം ഇതിന് യാതൊന്നും അർത്ഥം വെക്കാനില്ല. ഏതായാലും ഈ കേസ് സത്യത്തിൽ നിയമത്തിന് മുന്നിൽ നിൽക്കുന്നതല്ല. ഇപ്പോൾ ആ ഗാനമൊന്ന് ഇവിടെ അവതരിപ്പിക്കാം. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറി, സ്വർണപ്പാളികൾ മാറ്റി ശാസ്താവിൻ കരമൂറ്റി, സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണേ അയ്യപ്പ. ഈ പാരഡി ഗാനം പോലെ ഇനിയും പാരഡി ഗാനങ്ങൾ കൂടുതൽ ഇറങ്ങും. ഇത് ഇടതുപക്ഷത്തിന് കൊണ്ടത് പരിധിയിൽ കവിഞ്ഞ രീതിയിലായിപ്പോയി എന്ന് മാത്രമേ ഇതിൽ വ്യത്യാസമുള്ളൂ. ഈ വികാരം ഇനി ജനങ്ങളിൽ നിന്ന് മാറ്റാൻ സാക്ഷാൽ ദൈവങ്ങൾക്ക് പോലും സാധിക്കില്ല. ഏതായാലും കേസുമായിട്ട് മുന്നോട്ട് പോവുക, അതിൻ്റെ രീതിയിൽ അത് പോകട്ടെ. ഈ കേസ് കൊണ്ട് ഒരാളും കുടുങ്ങാൻ പോകുന്നില്ല, അത് സത്യമാണ്. ഇനി ഇന്നത്തോടെ ഈ വിഷയം അവസാനിക്കുകയാണ്. ഇനി വീണ്ടും വരാം നിങ്ങൾക്ക് മുന്നിൽ. ജയ് ഹിന്ദ്,
നമസ്കാരം.